നമസ്കാരം. ഒരു മനുഷ്യൻ്റെയും മരണത്തിൽ ആഹ്ലാദിക്കാൻ പാടില്ല. അത് ദൈവനിന്ദയാണ്. കാരണം ജീവൻ കൊടുക്കുന്നതും ജീവൻ എടുക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെയാണ്. ദൈവം ഒരു ജീവൻ എടുക്കുന്നതിൻ്റെ പേരിൽ അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ആഹ്ലാദിക്കാൻ പാടില്ല. മാത്രമല്ല, ഒരാളുടെ മരണം അവൻ്റെ തിന്മയുടെ പേരിലാണ് എന്ന് പറയുന്നത് അനുചിതമാണ്. കാരണം എത്രയോ നല്ല മനുഷ്യർ അകാലത്തിൽ അപകടത്തിൽ മരിക്കുന്നു. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്യാൻസർ ബാധിച്ചു മരിക്കുന്നു. RCCയിലേക്കൊന്ന് പോയാൽ നമുക്ക് പിന്നെ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നും. കൊച്ചുകുട്ടികൾ വരെ രക്താർബുദമടക്കമുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് അവർ ഡോക്ടർമാരിൽ വിശ്വാസമർപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ച് കഴിയുന്ന ലോകമാണ് RCC. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ അയ്യപ്പൻ പണി കൊടുത്തു എന്ന് പറയാൻ വിശ്വാസിയായി എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അയ്യപ്പ വിശ്വാസികൾ പറയുന്നു, കണ്ടോ, അയ്യപ്പൻ ഒരുത്തിനെയും വെറുതെ വിടില്ലെന്ന്. അയ്യപ്പ ശാപം എന്നത് അയ്യപ്പനെ വിശ്വസിക്കുന്നവർക്ക് അയ്യപ്പ ശാപം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിചിത്രവും അവിശ്വസനീയവുമായ കാര്യങ്ങളാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചവർ, അയ്യപ്പൻ്റെ സ്വാസ്ഥ്യം കെടുത്താൻ ശ്രമിച്ചവർ, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചവർ ഒക്കെ ഒന്നൊന്നായി ജീവിതത്തിൻ്റെ വിധിയോട് മല്ലിട്ട് പരാജയപ്പെടുന്നു. ചിരഞ്ജീവിയാണ്, എക്കാലത്തും അധികാരം തൻ്റെ കാൽ കീഴിലാണ് എന്ന് കരുതി വലിയ വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോടെ അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ആറാടി ജീവിച്ച പിണറായി വിജയൻ ഒറ്റയ്ക്ക് സിമന്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ആ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരച്ചു കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്ന് കരുതിയെങ്കിലും 1000-ൽ താഴെ ആളുകൾ മാത്രം എത്തുകയും അവരൊക്കെ ചിരകാലം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യുന്ന ദുരിത കാഴ്ച നമ്മൾ കാണുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നവരെ പിടിച്ചതിൻ്റെ പേരിൽ കരിയർ മുഴുവൻ ദുരിതപൂർണമാക്കിയ ഷൗക്കത്ത് അലി എന്ന ഉദ്യോഗസ്ഥൻ അതേസമയം ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ മണ്ഡല പുനർവിഭജനത്തിലൂടെ ഏത് കൊടുങ്കാറ്റടിച്ചാലും 60 സീറ്റിൽ താഴില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്ന CPM-നെ 34 സീറ്റിലേക്ക് ഒതുക്കി ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പോലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും എത്തിച്ചത് CPM-ന്റെ ഏത് വിധിയാണ്? പിണറായി വിജയൻ എന്ന സർവാധികാരി ദൈനംദിനം അധികാരം ക്ഷയിച്ച് ആരോഗ്യം ക്ഷയിച്ച് മുമ്പോട്ട് പോകുന്നത് ആരുടെ വിളയാട്ടമാണ്? അതിൻ്റെയൊക്കെ തുടർച്ചയായി ഭക്തജനങ്ങൾ മുരാരി ബാബുവിൻ്റെ ഈ അപ്രതീക്ഷിത മരണത്തെ കണ്ടാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? മുരാരി ബാബു ഇന്ന് വെളുപ്പിന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ചാണ് അകാലത്തിൽ മരണം പൂകിയത്. മുരാരി ബാബുവിനെ ക്യാൻസർ ബാധിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതുപോലും ജയിലിൽ നിന്ന് വന്ന ശേഷമാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മാത്രമല്ല, ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലൊക്കെ ക്രമക്കേടും മോഷണവും നടത്തി എന്നാരോപിക്കപ്പെടുന്ന മുരാരി ബാബു തന്നെ ബാധിച്ചിരുന്ന ക്യാൻസർ രോഗം പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. വയറ് വീർത്ത് വരികയും മെലിയുകയും ഒക്കെ ചെയ്തപ്പോൾ ബാബു കരുതിയിരുന്നത് ഗ്യാസ് ആണെന്നാണ്. അന്വേഷണ സംഘത്തിലുള്ള ചില ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഒപ്പിടാൻ വേണ്ടി വന്ന ദിവസങ്ങളിൽ തീരെ മെലിഞ്ഞുപോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗ്യാസ് കലശലാണ്, എന്ത് ചെയ്യാനെന്നാണ്. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ആശുപത്രിയിൽ പോകുന്നതും ക്യാൻസർ 4ാം സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതും. അതിനുശേഷം ഒപ്പിടാൻ ചെന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞത് അയ്യപ്പൻ എന്നെ കൊണ്ടുപോവുകയാണ്, ഇനി രക്ഷയില്ല എന്നാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഭക്തജനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു മുരാരി ബാബുവിൽ ഒതുങ്ങില്ല ഈ ദുരിതമെന്നും ആ കൊടുങ്കാറ്റ് അത്ര ശക്തമാണെന്നും വിശ്വസിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാർ. അല്ലെങ്കിൽ ഭഗവാനോട് ചെയ്ത ദ്രോഹത്തിന് പ്രായശ്ചിത്തം എന്ന പേരിൽ പിണറായും കൂട്ടരും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ കോടികൾ മുടക്കി ഒരു തട്ടിപ്പ് പരിപാടി നടത്തിയപ്പോൾ അയ്യപ്പൻ്റെ കോപം ആഞ്ഞു വീശിയത് എന്തുകൊണ്ടാണ്? അയ്യപ്പ മോഷണത്തെക്കാൾ ഭയാനകമായി മാറി അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പന് പബ്ലിസിറ്റി കൊടുക്കാനാണ് അത്രേ അവർ ആ പണിക്കിറങ്ങിയത്. അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തുന്ന മനുഷ്യരെ മുഴുവൻ സ്വീകരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാതെ പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടി അയ്യപ്പനെ കൂടി പറ്റിക്കാൻ വേണ്ടി കാണിച്ച ഈ വൃത്തികേടിന് തക്ക പ്രതിഫലമാണ് അയ്യപ്പൻ കൊടുത്തത്. മുരാരി ബാബുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഭക്തജനങ്ങൾ
അയ്യപ്പ കോപം എന്ന് വിളിക്കുന്നതിനെ നമുക്കെങ്ങനെ കുറ്റം പറയാൻ കഴിയും? ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ മുരാരി ബാബു 1994 പോലീസിൽ ജോലിക്ക് കയറിയതാണ്. പക്ഷേ ആ പോലീസ് ജോലി തനിക്ക് പറ്റിയതല്ല എന്ന് ഉന്നത സ്വാധീനം അന്നേ ഉണ്ടായിരുന്ന ബാബു നിശ്ചയിക്കുന്നു. പരിശീലനം പോലും പൂർത്തിയാക്കാതെ ഉഴപ്പുകയാണ്. 97 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൻ്റെ സഹായിയായി കൂടെ കൂട്ടുന്നു. പിന്നീട് താൽക്കാലിക ജീവനക്കാരനായി ദേവസ്വം ബോർഡിൽ കയറിപ്പറ്റിയ മുരാരി ബാബു പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ക്ലർക്കായി ജോലിക്ക് കയറിയാണ്. ഏറ്റുമാനൂരും വൈക്കത്തും തിരുനക്കരയിലുമായിരുന്നു തൻ്റെ കരിയറിലെ സിംഹഭാഗവും അനുഭവിച്ചത്. ഈ കാലയളവിൽ ഇവിടെ നടന്ന അഴിമതികളെക്കുറിച്ചും തട്ടിപ്പിനെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചുമൊക്കെ പിന്നീട് ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. മുരാരി ബാബു സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിൽ ഏറ്റുമാനൂരിൽ നിയന്ത്രിച്ചിരുന്ന കാലത്താണ് ഭഗവാന്റെ സ്വർണ്ണ രുദ്രാക്ഷമാല മോഷണം പോയത്. സ്വർണ്ണപ്പാളികളും നാഗപ്പാളികളും വിളക്കി ചേർത്ത് സ്വർണ്ണ മോഷണം നടത്തി എന്ന ആരോപണവും ഈ കാലഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഏറ്റുമാനൂരപ്പൻ്റെ ശ്രീകോവിലിൽ ദുരൂഹമായ തീപിടുത്തവും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ ഇതൊന്നും മുരാരി ബാബുവിനെ തളർത്തിയില്ല. മുരാരി ബാബു എന്ന സർവശക്തൻ ഇടത് യൂണിയന്റെ ഭാഗമായി ദേവസ്വം ബോർഡിൽ നിറഞ്ഞാടി. അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിതനാവുന്നത്. സ്വർണ്ണപ്പാൾ 2019 ആസൂത്രിതമായി സ്വർണം കൊള്ള ചെയ്തതിന് ചുക്കാൻ പിടിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും മുരാരി ബാബുവായിരുന്നു. വാസ്തവത്തിൽ കൊള്ളയുടെ തിരക്കഥ എഴുതിയതും ഭംഗിയായി തൻ്റെ റോൾ അഭിനയിച്ചു തീർത്തതും മുരാരി ബാബു തന്നെയായിരുന്നു. സ്വർണമല്ല, ചെമ്പാണ് എന്ന് ആദ്യമേ റെക്കോർഡിൽ എഴുതി ചേർത്തതും ആ റെക്കോർഡ് ഔദ്യോഗികമായി അംഗീകരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയതും മുരാരി ബാബുവായിരുന്നു. അങ്ങനെ സ്വർണ്ണമോഷണ കേസിലെ പ്രധാന പ്രതിയായി മാറുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി അടുപ്പമുണ്ടാവുകയും പെരിനയിലെ NSS ശാഖാ പ്രസിഡന്റായി നിയോഗിക്കപ്പെടുകയും ചെയ്തു. ഇടക്കാലത്ത് ശബരിമല അയ്യപ്പന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുകയും അയ്യപ്പൻ്റെ ആചാരം സംരക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോയി പോരാടുകയും ചെയ്ത സുകുമാരൻ നായർക്ക് ആദ്യമായി പേരുദോഷമുണ്ടാക്കി കൊടുത്തതും ഭക്തർക്കിടയിൽ എതിർപ്പുണ്ടാക്കിയതും ഇതേ മുരാരി ബാബുവാണ്. മുരാരി ബാബുവിൻ്റെ നിർബന്ധത്തിനും സ്വാധീനത്തിനും വഴങ്ങിയാണ് NSS ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കുന്നതും സുകുമാരൻ നായർക്ക് അതുവരെ ഉണ്ടായിരുന്ന സൽപ്പേരിന് കോട്ടം തട്ടുന്നതും. ഏറ്റുമാനൂരപ്പൻ്റെ കാവൽക്കാരനായിരുന്നപ്പോൾ മുരാരി ബാബു ചെയ്ത ഒരു തട്ടിപ്പ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞെങ്കിലും അന്വേഷണം എവിടെയെങ്കിലും എത്തിയെന്ന് സൂചനയില്ല. ഏറ്റുമാനൂരപ്പൻ്റെ ആന എഴുന്നള്ളത്തിന് ദേവസ്വത്തിന് സ്വന്തമായി ആനയുണ്ടെങ്കിലും ആനയ്ക്ക് രോഗമാണെന്നും മറ്റും പറഞ്ഞ് അവയെ മാറ്റി നിർത്തി പുറം കരാർ കൊടുത്ത് ആനയെ കൊണ്ടുവരുമായിരുന്നു. ഏറ്റുമാനൂരപ്പൻ്റെ എഴുന്നള്ളത്തിന് ആനയെ എത്തിക്കുന്നത് വലിയ അംഗീകാരമായി കരുതി പല ആന ഉടമകളും അങ്ങോട്ട് പണം കൊടുത്താണ് ആനയെ എത്തിച്ചിരുന്നത്. എന്നാൽ ഈ ആന എഴുന്നള്ളിപ്പിൻ്റെ പേരിൽ ഓരോരുത്തർക്കും പണം കൊടുത്തു എന്ന പേരിൽ മുരാരി ബാബു പണം അടിച്ചു മാറ്റിയെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ പണിയെടുത്തെടുത്തെല്ലാം പേരുദോഷം കൽപ്പിക്കുകയും ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്താണ് മുരാരി ബാബു കുപ്രസിദ്ധനാവുന്നത്. ഏതാണ്ട് 2.5 കോടിയോളം രൂപ വിലമതിക്കുന്ന കൊട്ടാര സദൃശ്യമായ വീടാണ് തറവാട് പൊളിച്ച് മുരാരി ബാബു 2019 പണി തീർത്തത് എന്ന് അയൽപക്കക്കാർ പറയുന്നു. ഏതാണ്ട് 1.5 വർഷത്തിലധികം എടുത്തു ആ വീട് പണി പൂർത്തിയാവാൻ. എന്നാൽ അധികകാലം ആ വീട്ടിൽ വസിക്കാൻ അയ്യപ്പൻ മുരാരി ബാബുവിന് അനുമതി കൊടുത്തില്ല. പിന്നീട് കേസായി ബഹളമായി. ഏതാണ്ട് 3 മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു. അവിടെ നിന്ന് പുറത്തു വന്ന മുരാരി ബാബു പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടുകൊണ്ട് കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ക്യാൻസർ ബാധിതനായതും മരണത്തിന് കീഴടങ്ങിയതും. വീണ്ടും ആവർത്തിക്കുന്നു, ഒരാളുടെ മരണത്തിൽ നമ്മൾ ആഹ്ലാദിക്കാൻ പാടില്ല. മരണകാരണം അയ്യപ്പ കോപമാണ് എന്ന് പറയാൻ പാടില്ല. പക്ഷെ ഭക്തജനങ്ങൾ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കവരെ തിരുത്താൻ കഴിയുമോ? മുരാരി ബാബു ചെയ്തു കൂട്ടിയ പാപമെല്ലാം ഈശ്വരൻ പൊറുക്കട്ടെ. ഏറെ വൈകാതെ അയാൾക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.